In this class, we are going to discuss about barriers of communication. What is a barrier? In the process of communication, we have already told that there is an element called noise. So what is noise? Noise is anything that distorts or that interfere in the process of communication. So this element can be, this noise can be anything that happened in between a conversation, between a communication, like bias or personal bias or prejudices or some external noises that may hinder the actual process of communication. So these noises are also known as barriers. ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ അഥവാ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നാം ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആശയവിനിമയം എന്ന് പറയുന്നത് as we know it's an art of exchanging information, ideas and feelings from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളോ വിവരങ്ങളോ വികാരങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണിത്. For a communication process to be more effective, the messages by the sender should be clearly understood by the receiver. ഒരു ആശയവിനിമയം വളരെ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ദാതാവ് അല്ലെങ്കിൽ സ്രോതസ് നൽകുന്ന ആശയം വളരെ കൃത്യമായി റിസീവർക്ക് മനസ്സിലാകണം, അവ്യക്തത ഇല്ലാതെ മനസ്സിലാകേണ്ടതുണ്ട്. If this particular process does not happen, then communication will fail and can cause many problems both to the sender and receiver. ഇത് വളരെ കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആശയം നൽകിയ ദാതാവിനും ഇത് സ്വീകരിച്ച സ്വീകർത്താവിനും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. In many communications, the message may not be received exactly the way the sender intended. പല ആശയവിനിമയങ്ങളിലും ഈ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട്. പലപ്പോഴും ദാതാവ് അഥവാ ഈ ആശയം നൽകിയ ആൾ വിചാരിച്ച രീതിയിലല്ല ആശയവിനിമയം നടക്കുക, സ്വീകരിക്കപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ആശയവിനിമയങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. This phenomenon is generally termed as barriers of communication. ഇങ്ങനെ ആശയവിനിമയം കൃത്യമായി നടക്കാതെ നിൽക്കുന്ന പ്രതിഭാസത്തെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബാരിയർ എന്ന് പറഞ്ഞാലും നോയ്സ് എന്ന് പറഞ്ഞാലും അലോസരം അഥവാ തടസ്സം, ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ, അലോസരങ്ങൾ എന്നാണ് അർത്ഥം. There are many types of barriers to communication and these may occur at any stage in the communication process. ആശയവിനിമയ പ്രക്രിയയിൽ ധാരാളം തടസ്സങ്ങളുണ്ട്. അവ ആശയവിനിമയ എന്ന പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലും സംഭവിക്കാവുന്നതുമാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന ഭൗതിക തടസ്സങ്ങളാണ് ഒന്നാമത്തേത്. ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന ഭാഷാ തടസ്സമാണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന മാനസിക തടസ്സമാണ് അടുത്തത്. ഇമോഷണൽ ബാരിയേഴ്സ് എന്ന വൈകാരിക തടസ്സമാണ് അടുത്തത്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന ശാരീരിക തടസ്സങ്ങളാണ് അടുത്തത്. ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന മനോഭാവ തടസ്സങ്ങളാണ് അടുത്തത്. കൾച്ചറൽ ബാരിയേഴ്സ് അഥവാ സാംസ്കാരിക തടസ്സങ്ങളുമുണ്ട്. ടെക്നോളജിക്കൽ ആൻഡ് സോഷ്യോ റിലീജിയസ് ബാരിയേഴ്സ് അഥവാ സാങ്കേതിക അഥവാ സാമുദായിക തടസ്സങ്ങളും ഉണ്ട്. ഇവ എന്താണെന്ന് നമുക്കിനി വിശദമായി നോക്കാം. ആദ്യത്തേത് ഫിസിക്കൽ ബാരിയേഴ്സ് അഥവാ ഭൗതിക തടസ്സങ്ങളാണ്. എപ്പോഴും ഒരേ സ്ഥലത്ത് നിന്ന് കൊണ്ടായിരിക്കണമെന്നില്ല ആശയവിനിമയം നടത്തുന്നത് പലരും. Geographical distance between the sender and the receiver is an example of physical barrier to the communication. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് നടത്തുന്ന ആശയവിനിമയത്തിൽ നമ്മൾ രണ്ടും ഒരേ സ്ഥലങ്ങളിലല്ല ഉള്ളതെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്ന സ്ഥലകാല ദൂരങ്ങൾ ഉണ്ടാകാം. അതിനനുസരിച്ച് സ്ഥലത്തിന്റെ ദൂരത്തിനനുസരിച്ച് നാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ ദൂരത്തിനനുസരിച്ച് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ജനറലി ഈസിയർ ഓവർ ഷോർട്ടർ ഡിസ്റ്റൻസസ്. ഇപ്പൊ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ആശയവിനിമയം എളുപ്പമായിരിക്കും. ഇപ്പൊ ദൂരം കൂടും തോറും അത് തടസ്സമായി വരും, ആശയവിനിമയം തടസ്സമായി വരും. The physical barriers include closed doors, faulty equipment used for communication, closed cabins, etc. ഈ പറയുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന ഭൗതിക തടസ്സത്തിൽ ഒരു റൂമിലെ അടച്ച വാതിലാവാം. ഒരു വാതിൽ അടച്ചതുകൊണ്ട് പുറത്തുള്ള ആൾക്ക് ആശയവിനിമയം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാതെ ഇരിക്കുന്നത് ആവാം, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തതാവാം. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്കിന്റെ തകരാറ് കൊണ്ട് കുറച്ച് ശബ്ദം കേൾക്കാത്തതാവാം. ഫോണിന്റെ തകരാറ് കൊണ്ട് മറുവശത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റാത്തതാകാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാബിനകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, ക്ലോസ്ഡ് ക്യാബിനകത്തായതുകൊണ്ട് കേൾക്കാത്തതാവാം. ഈ രീതിയിൽ പല രീതിയിലാവാം. Or the physical separation between boys and girls as practiced in college campuses can act as a barrier to effective communication. പലപ്പോഴും കോളേജ് ക്യാമ്പസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചല്ല ഇരിക്കാറുള്ളത്. അതും ഈ രണ്ടുപേരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഒരു തടസ്സമായി മാറാറുണ്ട്. ഈ രീതിയിലുള്ള ഭൗതിക തടസ്സങ്ങളാണ് ഈ ആദ്യം നാം സൂചിപ്പിച്ച ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന ഭൗതിക
തടസ്സങ്ങൾ അഥവാ ഭൗതിക അലോസരങ്ങൾ. അടുത്തത് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന ഭാഷ തടസ്സമാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ബാരിയേഴ്സ് ദാറ്റ് ലിമിറ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്താറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ. ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് കോമൺലി എംപ്ലോയ്ഡ് ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പലപ്പോഴും ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് ഭാഷയാണ്. യുവർ ലാക്ക് ഓഫ് നോളജ് ഓഫ് എ ലാംഗ്വേജ് വിൽ പോസ് എ സീരിയസ് ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ ആ ഭാഷ ഉപയോഗിക്കുന്ന ഒരു നാട്ടിൽ ചെന്ന് നമുക്കത് പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും അതൊരു പ്രശ്നമായി മാറാറുണ്ട്. പ്രത്യേകിച്ചും കിലുക്കം എന്ന സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ജഗതി അതിൽ ഹിന്ദി അറിയാത്തത് കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രശ്നങ്ങൾ തീർക്കുന്നത് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. സോ ലാക്ക് ഓഫ് നോളജ് ക്യാൻ കോസ് എ problem. Even when communicating in the same language, the terminology used in a message may act as a barrier. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും അതിൽ പല ടെർമിനോളജിയും പല പ്രയോഗങ്ങളും ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടുള്ള ടെർമിനോളജികൾ പല പ്രയോഗങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്കത് എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാകും. പലപ്പോഴും പല ഏരിയകളിലും മേഖലകളിലും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതും അവിടെ ഒരു ലാംഗ്വേജ് ബാരിയറായി മാറിയേക്കാം. The third one is psychological barriers. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയാണ്, മാനസിക തടസ്സങ്ങളാണ്. The psychological state of a receiver will influence how the message is received. ഒരു സ്വീകർത്താവിന്റെ മാനസിക നില അനുസരിച്ചായിരിക്കും സന്ദേശങ്ങളെ സ്വീകരിക്കുന്നത്. If someone has personal worries and is stressed, they may not be receptive to the message. ഇപ്പോൾ വളരെ നല്ല രീതിയിലല്ല, നല്ല ഒരു മാനസിക അവസ്ഥയിലല്ല, അദ്ദേഹം ഒരു കുറെ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ആശയവിനിമയം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ട് ആ സന്ദേശം അല്ലെങ്കിൽ ആ ആശയത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ദേഷ്യം, ആങ്കർ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ഫിയർ, വേദിയിൽ സഭാഗമം എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള മടി, സ്പീച്ച് ഡിസോർഡേഴ്സ്, സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, സംസാര പ്രശ്നങ്ങൾ, ഫോബിയ, ചിലതരം പേടികൾ, ഡിപ്രഷൻ എന്ന മാനസികമായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും യഥാർത്ഥ ആശയവിനിമയത്തിൽ നിന്ന് വിലക്കുന്നു. അപ്പം അതാണ് സൈക്കോളജിക്കൽ ബാരിയർ. The fourth one is emotional barriers. Emotional barriers എന്ന് പറയുന്നത് വൈകാരികപരമായിട്ടുള്ള തടസ്സങ്ങളാണ്, അലോസരങ്ങളാണ്. The emotional barrier is comprised mainly of fear, mistrust and suspicion. നമുക്ക് പേടി കൊണ്ടോ വിശ്വാസമില്ലായ്മയുണ്ടോ അല്ലെങ്കിൽ സംശയം കൊണ്ടോ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു ആശയവിനിമയം നടക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പേടിയോടുകൂടിയോ അല്ലെങ്കിൽ അവിശ്വാസതയോടുകൂടിയോ അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പലപ്പോഴും ക്ലാസ് മുറികളിൽ അത് സംഭവിക്കാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കാറുണ്ട്, ചില ഗ്രൂപ്പുകളിൽ അത് സംഭവിക്കാറുണ്ട്. The emotional IQ of a person determines the ease and comfort with which they can communicate. പലപ്പോഴും നമ്മുടെ മാനസിക അവസ്ഥ നിലവാരം അനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളെയും എടുക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് എടുക്കും, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ മാനസിക നില അനുസരിച്ചാണ് നമ്മുടെ വൈകാരിക അവസ്ഥകളെ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ ചില മോശം വൈകാരിക അവസ്ഥയിലാണെങ്കിൽ ചില ആശയവിനിമയങ്ങൾ നമുക്ക് ഫലപ്രദമായി നൽകാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ പറ്റാതെ വരും. അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ശാരീരിക തടസ്സങ്ങളാണ്. ഫിസിയോളജിക്കൽ ബാരിയർ മേ റിസൾട്ട് ഫ്രം ദ റിസീവേഴ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്. സ്വീകർത്താവിന്റെ ശാരീരിക അവസ്ഥ അനുസരിച്ചാണ് ഈ തടസ്സം വരുന്നത്. ഉദാഹരണത്തിന് റിസീവർ വിത്ത് റെഡ്യൂസ്ഡ് ഹിയറിംഗ് മേ നോട്ട് ഗ്രാസ്പ് ദ എൻറ്റയറിറ്റി ഓഫ് എ സ്പോക്കൺ കോൺവെർസേഷൻ, എസ്പെഷ്യലി ഇഫ് ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പോൾ ചെവി ശരിക്കും കേൾക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തലത്തിൽ ഒരു മൈക്ക് ശബ്ദം അല്ലെങ്കിൽ ഒരു സൈറൻ മുഴങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരമൊക്കെ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി കേൾക്കണമെന്നില്ല. അപ്പൊ പലപ്പോഴും യഥാർത്ഥത്തിൽ ചെവി കേൾക്കാത്ത ഒരാൾ, കൃത്യമായി കേൾവിക്കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ള ഒരാൾ ഒക്കെ ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടും. അപ്പൊ അതും പ്രധാനമാണ്. നമ്മുടെ ശാരീരിക അവസ്ഥയും അല്ലെങ്കിൽ കണ്ണു കാണാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ടും വിഷ്വൽ ആശയങ്ങൾ അഥവാ നമ്മൾ ദൃശ്യപരമായിട്ട് നൽകുന്ന ആശയങ്ങളെ സ്വീകരിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അതും ഈ പറയുന്ന കാര്യവും ശാരീരിക അലോസരങ്ങളുടെ, ശാരീരിക തടസ്സങ്ങളുടെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ആറാമത്തേത് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ആണ്. നമ്മുടെ മനോഭാവ തടസ്സങ്ങളാണ്, മനോഭാവം കൊണ്ടുണ്ടാകുന്ന അലോസരങ്ങളാണ്. ഇവിടെ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ആർ ദ ബിഹേവിയേഴ്സ് ഓർ പെർസെപ്ഷൻസ് ദാറ്റ് പ്രിവെന്റ് പീപ്പിൾ ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് ഇഫക്റ്റീവ്ലി. നമ്മുടെ ചില സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടോ നമ്മുടെ ചില ധാരണകളോ ഉണ്ടാകുന്ന
ചില പ്രശ്നങ്ങളാണ്, ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് അഥവാ മനോഭാവ തടസ്സങ്ങളായി മാറാറുള്ളത്. ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ may result from personality conflicts, poor management, resistance to change or lack of motivation. ഈ പറഞ്ഞ പോലെ നമുക്ക് മോശം രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നാം തയ്യാറാകാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ, നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പിന്തുണയുടെ കുറവ് കൊണ്ടൊക്കെ ആവാം. ഈ രീതിയിലൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മുടെ മനോഭാവങ്ങൾ മാറാതിരിക്കാം. ആ മനോഭാവങ്ങൾ മാറാത്തത് നമ്മളെ മാറ്റത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ആശയവിനിമയത്തിന് ഒരു തടസ്സമായി മാറുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുൻധാരണകൾ, പ്രെജുഡിസ് ഒക്കെ ഇതിന്റെ ഭാഗമായി വരാറുണ്ട്. അടുത്തത് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന സാംസ്കാരിക തടസ്സങ്ങളാണ്. ദ നോംസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ വേരി ഗ്രേറ്റ്ലി ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആസ് ഡു ദ വേ ഇൻ വിച്ച് ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ്. സാംസ്കാരികമായിട്ട് പല സമുദായങ്ങളും ജനങ്ങളും തമ്മിൽ വ്യത്യസ്ത രീതിയിലാണ് ജീവിക്കുന്നത്. പല സംസ്കാരങ്ങളും പല കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ വൈകാരിക അനുഭവങ്ങളും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും വ്യത്യാസപ്പെട്ടേക്കാം. ഡിഫറെന്റ് കൾച്ചേഴ്സ് ഹാവ് എ ഡിഫറെന്റ് മീനിങ് ഫോർ സെവറൽ ബേസിക് വാല്യൂസ് ഓഫ് സൊസൈറ്റി. സാമൂഹിക മൂല്യങ്ങളെ പല സംസ്കാരങ്ങളും പല രീതിയിലാണ് അടയാളപ്പെടുത്തുന്നതും പ്രകടിപ്പിക്കുന്നതും. ഡ്രസ്സിംഗ്, റിലീജിയൻസ്, ഫുഡ്, ഡ്രിങ്ക്സ്, പെറ്റ്സ് ആൻഡ് ദ ജനറൽ ബിഹേവിയർ എക്സെട്ര വിൽ ചേഞ്ച്. പല സംസ്കാരങ്ങളിലും അവരുടെ വേഷം, മതം, ഭക്ഷണം, അല്ലെങ്കിൽ അവരുടെ വളർത്തു മൃഗങ്ങൾ, അവർ താലോലിക്കുന്ന മൃഗങ്ങൾ, അവരുടെ പൊതു സ്വഭാവം, പൊതു പെരുമാറ്റ രീതി, ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ ഒരു പ്രത്യേക ജനങ്ങൾ പെരുമാറുന്ന ഒരു രീതി ആയിരിക്കില്ല മറ്റൊരു ജനക്കൂട്ടം അല്ലെങ്കിൽ ജനവിഭാഗം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ നൽകുന്ന അർത്ഥവുമല്ല പല വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗവും നൽകുക. അപ്പോൾ ആ കൂട്ടരുടെ അല്ലെങ്കിൽ പ്രത്യേക ഗോത്ര വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക ജനക്കൂട്ടത്തിന്റെ സംസ്കാരം അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പോസിറ്റീവ്ലി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും അത് സ്വീകരിക്കുന്ന റിസീവറിന് കിട്ടുക. കാരണം റിസീവറിന്റെ കൾച്ചർ, സ്വീകർത്താവിന്റെ കൾച്ചർ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം സാംസ്കാരികമായിട്ടുള്ള അലോസരങ്ങൾ വരുന്നത് ആ സംസ്കാരത്തെ അറിയാത്തത് കൊണ്ടും ആ സംസ്കാരത്തിൽ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ റിസീവറിന്റെ അഥവാ സ്വീകർത്താവിന്റെ സംസ്കാരത്തിൽ നിന്ന് വളരെ വിഭിന്നമാകുന്നത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ സ്വീകർത്താവും ദാതാവും തമ്മിലുള്ള സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ ക്രാഷാണ്, കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ആശയവിനിമയത്തിന് വിഘാതമായി മാറുന്നത്. അവസാനത്തെ ബാരിയർ എന്ന് പറയുന്നത് അലോസരം എന്നത് ടെക്നോളജിക്കൽ ആൻഡ് സോഷ്യോ റിലീജിയസ് ബാരിയേഴ്സ് ആണ്. സാങ്കേതിക വിദ്യയുടെ കാര്യം പ്രധാനമാണ്. ടെക്നോളജി ഈസ് ഡെവലപ്പിംഗ് ഫാസ്റ്റ് ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു കീപ്പ് അപ്പ് വിത്ത് ദ ന്യൂസ് ഡെവലപ്മെന്റ്സ്. പലപ്പോഴും ഇന്ന് പുതിയ ടെക്നോളജി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്കടക്കം പുതിയ ടെക്നോളജി എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതൊരു വലിയ പ്രശ്നമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹെൻസ് സംടൈംസ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ബിക്കം എ ബാരിയർ. നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല, നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ അതൊരു ബാരിയർ ആകും ചില സമയങ്ങളിൽ. അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ കണ്ടിട്ട് അതിന് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് അറിഞ്ഞില്ലെങ്കിൽ അതൊരു ബാരിയർ ആകും പലപ്പോഴും. അല്ലെങ്കിൽ മൂഡിൽ പോലുള്ള LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അതെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതൊരു ബാരിയറായി മാറിയേക്കാം. അത് ടെക്നോളജിക്കൽ ബാരിയറാണ്. ഇങ്ങനെ സാങ്കേതിക വിദ്യ വികസിക്കുന്നതോടൊപ്പം നാം അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട്, നാം നമ്മൾ പുതുക്കാത്തത് കൊണ്ട് സാങ്കേതിക വിദ്യയുടെ അറിവിലുണ്ടാകുന്ന പരിമിതി കൊണ്ട് സാങ്കേതിക വിദ്യ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നു, നമുക്ക് ചില അലോസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് ടെക്നോളജിക്കൽ ബാരിയർ. When we speak about the socio and religious barriers, we should see the picture in a larger way. In a patriarchal society, a woman or transgender may face many difficulties and barriers while communicating. Sociologically പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മതവും സമൂഹവും കൂട്ടുകെട്ടുകയാണെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണെങ്കിൽ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗവും പല ബുദ്ധിമുട്ടുകളും ആശയവിനിമയം നടത്തുന്നതിൽ അനുഭവിക്കാറുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ ചില നിയമങ്ങൾ കൊണ്ടാണ്, ചില ധാരണകൾ കൊണ്ടാണ്, ചില മുൻധാരണകൾ കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു ഇടം കിട്ടാത്തത്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമൂഹത്തിൽ തുല്യമായ ഒരു ഇടം കിട്ടാത്തത് ഈ ബാരിയർ, ഈ സോഷ്യോ റിലീജിയസ് ബാരിയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതാണ് സോഷ്യോ റിലീജിയസ് ബാരിയർ അഥവാ സാമുദായിക തടസ്സങ്ങൾ ആയിട്ട് മാറുന്നത്. മതങ്ങൾ
അവർക്ക് ഒത്തുയർന്നിട്ടില്ലെങ്കിൽ, മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലവും ഈ ബാരിയർ, സോഷ്യോ റിലീജിയസ് ബാരിയർ അഥവാ സാമുദായിക തടസ്സങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും. ഈ ബാരിയറുകളെ കുറിച്ചുള്ള അവബോധം, ഈ 8 ബാരിയറുകൾ നമ്മൾ പറഞ്ഞു, ഈ തടസ്സങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയും. താങ്ക് യു.